ഇതൊക്കെ കൂടി കാണുമ്പോൾ നിങ്ങളെന്താ വിചാരിക്കുക, ഇയാളെന്താ വീട്ടിൽ കച്ചവടം തുടങ്ങിയോന്ന്? വീട്ടിൽ കച്ചവടക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഈ കച്ചവടം ഞാൻ നിങ്ങൾക്ക് വേണ്ടി തുടങ്ങിയതാണ്. ഇതൊരു മോഡലാണ്. നിങ്ങൾക്കൊക്കെ നിങ്ങളെ വീട്ടിൽ കച്ചവടം തുടങ്ങാം. അതാണ് ഏറ്റവും വലിയ രസം. ചെറിയ മുതൽ മുടക്കിൽ ഇന്ന് ബിസിനസ് ചെയ്യാൻ പറ്റിയ ഒരു സമയമാണ്. നമുക്കറിയാം സർക്കാർ അതിന് ഒരുപാട് ആനുകൂല്യങ്ങൾ തരുന്നുണ്ടെന്നറിയാം. ഇത്രയും ഉൽപ്പന്നമല്ല, ഇതൊക്കെ സിമ്പിളാണ്. ഇതിനേക്കാൾ 500ഓളം ഐറ്റംസ് ഇപ്പോൾ എൻ്റെ കയ്യിൽ തന്നെ സ്റ്റോക്ക് ഉണ്ട്. കുറേ വർഷങ്ങളായി ഓരോരുത്തർക്കും ഞാൻ ചെയ്തു കൊടുത്ത ഉൽപ്പന്നങ്ങളുടെ സാമ്പിളാണ് ഞാൻ ഇവിടെ വെച്ചിട്ടുള്ളത്. നിങ്ങൾക്കും ഇതുപോലെ ഒരു ബിസിനസ് തുടങ്ങാം. പ്രൊഡക്റ്റ് ഏത് എന്നല്ല, ഇപ്പോൾ ഉള്ള പ്രൊഡക്റ്റ് ഞാൻ പരിചയപ്പെടുത്തരാം. അതൊന്നുമല്ല, അതിലപ്പുറമാണ്. ഇന്ന് ടോയ്സ് കാറിനെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. വലിയ ആൾക്കാർ കളിക്കുന്ന ടോയ്സ് കാർ ചൈനയിൽ നിന്നൊക്കെ വളരെ ചെറിയ പൈസക്ക് ഇവിടെ എത്തുന്നുണ്ട്. ഓൺലൈനിലൂടെ വമ്പം സെയിലാണ് നടക്കുന്നത് കേട്ടോ. ചക്കപ്പം തൽക്കാലം അവിടെ കട്ടെ ആയിട്ടില്ല. പിന്നെ നിങ്ങൾക്കറിയാം അതതിൻ്റെ റിമോട്ടാണ്. ഇതതിൻ്റെ റിമോട്ട്. പിന്നെ ഗണ്ണ് ഫാന്, ജെറ്റ് ഫാന് ഇറങ്ങാൻ ഇഷ്ടം പോലെ ഇന്ന് ചൈനയിൽ വരുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ വില ഘട്ടങ്ങൾ ഞെട്ടും. ചൈനയിലെ പ്രൈസൊക്കെ വെറും 500 രൂപയുടെ താഴെ പ്രൈസേ ഇതിനൊക്കെ വരുന്നുള്ളൂ എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ രസം. പിന്നെ അതിവിടെ വരുത്തേണ്ട പൈസ ഉണ്ടാവും, അതിൻ്റെതായ ലാഭം വേണം. സോളാറിൻ്റെ പലജാതി ലൈറ്റുകളും ഇന്ന് ചൈനയിലുണ്ട്. പിന്നെ ഉണ്ടല്ലോ ഫ്ലാസ്ക്, പല ടൈപ്പ് ഫ്ലാസ്കും എൻ്റെ സ്വന്തം പേരിൽ ഞാൻ ഫ്ലാസ്ക് ഇറക്കിയിട്ടുണ്ട്, 5 മുക്കിൽ എന്ന പേരിൽ. അതൊക്കെ നിങ്ങൾക്ക് തന്നെ ഡിസ്ട്രിബ്യൂഷനും വിതരണത്തിനും നിങ്ങൾക്കൊക്കെ തരും. നിങ്ങൾക്ക് അതിനുള്ള അവസരം തരും. എൻ്റെ കൂടെ യാത്ര ചെയ്യുന്നവർക്ക് ഒരുപാട് ഉൽപ്പന്നം ഇതുപോലെ ഞാൻ ശരിയാക്കി കൊടുത്തിട്ടുണ്ട് എൻ്റെ സ്വന്തം ബ്രാൻഡിൽ. ഇതുപോലെ നിങ്ങൾക്കും ആവാം. നിങ്ങൾക്കൊരു പേരൊക്കെ ഉണ്ടാക്കി സ്വന്തം ബ്രാൻഡിൽ ക്വാളിറ്റിയുള്ള ഇതുപോലത്തെ ഫ്ലാസ്കോ ഇനി അതിനപ്പുറം പറ്റിയ ഫ്ലാസ്കോ ഉണ്ടാക്കി നിങ്ങൾക്ക് എത്തിച്ച് തരാൻ പറ്റും. ഞാൻ വിതരണം തുടങ്ങി അതിൻ്റെ ഡിസ്ട്രിബ്യൂഷനൊക്കെ തരും. അടുത്ത വീഡിയോ ഉണ്ടാവും കേട്ടോ. കൊണ്ടടക്കാൻ പറ്റിയ കപ്പുകൾ, സിലിക്കൺ കപ്പ് കേട്ടോ. ഇത് വെറൈറ്റി ആയ ഗിഫ്റ്റ് കൊടുക്കാൻ ഇതിലും ബെസ്റ്റ് സാധനം വേറെ ഉണ്ടോ? അതും വളരെ ചെറിയ പൈസ കൊണ്ട് ഒരാൾക്ക് ഇന്ന് ഇവിടെ 100-150 ഉറുപ്പ്യ കൊണ്ട് നിങ്ങൾക്ക് ജനങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയ സാധനം എന്ന ഇതാണ് നിങ്ങൾ കളിയാക്കിയ ഫാൻ. കഴിഞ്ഞ പ്രാവശ്യം ഞാനൊരു ഫാൻ ഇട്ടു, ഒരു ജെറ്റ് ഫാൻ, ഇതുപോലത്തെ ഹൈ സ്പീഡ് ജെറ്റ് ഫാൻ ഇട്ട്. എന്നിട്ട് പറഞ്ഞു 1500 1600 പറഞ്ഞപ്പോൾ 10 ഉറുപ്പ്യക്ക് സൗദി അറേബ്യയിൽ വിളിച്ച് പറഞ്ഞ് വിൽക്കുന്നത്, ദുബായിൽ 10 ദിർഹത്തിന് വിളിച്ച് പറഞ്ഞ് വിൽക്കുന്നതെന്ന്. ശരിയാണ്, ഞാൻ 10 ഉറുപ്പ്യക്ക് മലേഷ്യയിൽ നിന്ന് കഴിഞ്ഞ ആഴ്ച കൊടുന്നതാ. 10 ഉറുപ്പ്യ ഉള്ളൂ. അത് ദിർഹ. ഒരു പ്രോഡക്റ്റ് പറയുമ്പോൾ അതിനെക്കുറിച്ച് പഠിക്കാതെ അതിന് കമൻറ്റ് ബോക്സിൽ വന്നുകൊണ്ട് കുഞ്ഞഞ്ഞാറിട്ട് എന്ത് കാര്യമുണ്ട്. പക്ഷേ അത് ചെയ്തിട്ടൊരു അവരാണ് ഞങ്ങളെ വീഡിയോ ഒക്കെ വൈറലാക്കി തരുന്നത് കേട്ടോ. പിന്നെ ചാർജറുകളാണ് ഇത്, ബെസ്റ്റ് ക്വാളിറ്റി ചാർജറുകൾ. ടോയ്സിൻ്റെ കാര്യം പിന്നെയും വരെ, എഡ്യൂക്കേഷൻ ടോയ്സിൻ്റെ വലിയ ഒരു കളക്ഷൻ ഒരു ചാക്ക് നിറച്ചുണ്ട്. ഞാൻ പിന്നെ കാണിച്ചു തരാം. ചാർജറുകൾ ഒരുപാട് മൾട്ടി ചാർജറുകൾ ഞാൻ പരിചയപ്പെടുത്തിയിരുന്നു. മെറ്റാ ഗ്ലാസിൻ്റെ കോപ്പി ഇറങ്ങിയ കാര്യങ്ങൾക്ക് അറിയുമോ? മെറ്റാ ഗ്ലാസ്സൊക്കെ എത്ര ഇപ്പോൾ 25,000-30,000 ഉറുപ്പ്യക്ക് കുട്ടികൾ വെച്ച് ഇങ്ങനെ നടക്കുന്നുണ്ടല്ലോ ഗ്ലാസ്സിലെ. ഈ ഗ്ലാസ് ചൈനേൻ്റെ ഗ്ലാസ് ചൈനക്കാരനെ സമ്മതിക്കണ്ടേ? വെറും ഇന്ത്യൻ്റെ 1000 ഉറുപ്പ്യക്ക് കുട്ടികളെ കളിയിൽ വെക്കുക ക്യാമറയൊക്കെ ഉള്ള കിട്ടില്ല ഗ്ലാസ്. 1000 മുതൽ പിന്നെ അങ്ങോട്ട് കൂടും. എന്തേ അത്തരമൊരു ഗ്ലാസ് നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? നമുക്ക് കണ്ടെത്താം. ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് പറയേണ്ടത്. ഇത് നാസയിൽ നിന്ന് കൊണ്ടുവന്നതാണ്. നാസയിൽ വലിയ കാര്യത്തിൽ പോയി ഇതൊക്കെ എടുത്തിൻ്റെ കുട്ടിക്ക് കളിക്കാൻ അറിഞ്ഞ് വാങ്ങി പൈസ ഒക്കെ കൊടുന്ന് വായിച്ച് നോക്കുമ്പോൾ മെയ്ഡ് ഇൻ ചൈന. നാസയിൽ, അമേരിക്കയിൽ, കെന്നഡി സ്പേസ് സെൻറ്ററിൽ ചൈനയുടെ സാധനം. ചൈനൻ്റെ പുളിയാണോ പൊട്ടയാണ് വാങ്ങരുത് എന്നൊക്കെ പറഞ്ഞവർക്ക് ഇതേ കിടക്കണേ. സ്പേസ് ഷട്ടിൽ വരെ ഇത് മോഡൽ കിട്ടോ അവരുണ്ടാക്കണ്. നാസയ്ക്ക് വേണ്ടി ചൈന എന്തെല്ലാം പാർട്സ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ചൈനനെ തള്ളിക്കളയാനായിട്ടില്ല കേട്ടോ. പല കടകളിലും നിങ്ങൾ ഈ കുപ്പികളും ബോട്ടിലും ചൈന മറ്റേ അത്തറും പിന്നെ സ്പ്രേ ഒക്കെ കേട്ടിട്ടില്ലേ, കണ്ടിട്ടില്ലേ? ഇത് എവിടുന്ന് വരുന്നതാണ് ഈ കുപ്പി? ഇതുപോലെ ഇത്രയും ഭംഗിയായിട്ട് ഇത്രയും ചെറിയ പൈസക്ക് നമുക്കിത് ഉണ്ടാക്കാൻ പറ്റുമോ? പറ്റില്ല. അത് ചൈനേനെയാണ്. കുപ്പി ഏതും ആവട്ടെ, അതിൻ്റെ അത്ര നമുക്ക് ഉണ്ടാക്കുക. അത്തറിൻ്റെ കാര്യം ഇപ്പോൾ അവിടെ ഇരിക്കട്ടെ, അത് ഞാൻ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരുപാട് മൾട്ടിമീറ്റർ, പോക്കറ്റ് ക്യാമറ, ഡിജിറ്റൽ ക്യാമറ. പിന്നെ രസമുള്ള സംഭവമാണ് കേട്ടോ കുട്ടികൾ കളിക്കുന്ന ഡ്രോൺ. വേണ്ട നിങ്ങൾക്ക് കളിപ്പാട്ടം ഡ്രോൺ ഇന്ന് ഒരു കുഴപ്പമില്ല. ഇന്ത്യയിലൊക്കെ ഇത് വിതരണം ചെയ്യുക, എവിടെ വേണമെങ്കിലും ഇത് വിതരണം ചെയ്യുക. കാരണം 100 ഗ്രാം 150 ഗ്രാം ഡ്രോൺ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഇവിടെ മാർക്കറ്റ് ചെയ്യുക. ഇത് ചൈന ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ഇന്ത്യ ഒന്നും ഇതുപോലത്തെ ഡ്രോൺ ഉണ്ടാക്കാറായിട്ടില്ല. അതിൻ്റെ പാർട്സ് കൊടുത്ത് നമുക്ക് അസംബിൾ ഇല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഡ്രോണ് നിങ്ങൾക്ക് ഇവിടെ കൊടുന്നിട്ട് കുട്ടികൾക്ക് 500-1000 ഉറുപ്പ്യക്കും അടിപൊളി ഡ്രോണുകൾ വിൽപ്പന നടത്തിക്കൂടെ? നിങ്ങളുടെ സ്വന്തം ബ്രാൻഡിൽ വേണോ അല്ലാതെ വേണോ? ഗ്യാരണ്ടി ഉള്ളത് വേണോ അല്ലാത്തത് വേണോ? ചൈനയിൽ ഇതൊക്കെ ഇന്ന് ലഭ്യമാണ്. ആ സ്വന്തം പേരിൽ LED ബൾബ് 5 മുക്കിലാട്ടോ ഇപ്പോൾ ലാൻഡ് ചെയ്യും കേട്ടോ. ECG മെഷീൻ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പറയും ഇതൊക്കെ ഈ സൈനയുടെ ECG ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അറ്റാക്ക് ഇല്ലാത്തവന് അറ്റാക്ക് ഉണ്ടാകും. ഈ ഒരു പ്രോഡക്റ്റ് ഞാൻ നേരത്തെ വീഡിയോ ചെയ്തിരുന്നത് ഉണ്ടാക്കിയിട്ട് ഞാൻ ECG ടെസ്റ്റ് ചെയ്താണ് കാണിച്ചു തരാം. ഇന്ന് ലോകം അംഗീകരിച്ച ഒരു പ്രൊഡക്റ്റാണ്. ഇതും ചൈനൻ്റെ തന്നെയാണ്.
മെഡിക്കൽ രംഗത്ത് ഒരുപാട് ഇൻസ്ട്രുമെൻ്റ് നിർമ്മിച്ചിട്ട് ലോകത്തെ ഒരുപാട് രാജ്യത്തേക്ക് കയറ്റി അയക്കുന്നതും ചൈനേനെയാണ്. പിന്നെ ഇതുണ്ടോ പച്ചക്കറി ഫ്രൂട്ട്സൊക്കെ കഴുകണ അടിപൊളി. ഞാൻ ഇറക്കണം എന്ന് വിചാരിച്ചു, ഇന്ന് വരെ ഇറക്കിയിട്ടില്ല. അടുത്ത ഈ ഒരു പ്രൊഡക്റ്റ് എൻ്റെ സ്വന്തം പേരിൽ ഇറക്കണം എന്നാണ് താല്പര്യം. ആർക്കെങ്കിലും അങ്ങനെ ഇറക്കണി വരും കേട്ടോ. പിന്നെ ഇതൊക്കെ നന്നായി ചൂടപ്പം പോലെ വിൽക്കാൻ പറ്റിയ സാധനമാണ്. കേബിളും വയറും ഇല്ലാതെ പോസ്റ്റിൽ എവിടെയെങ്കിലും കൊണ്ട് കയറ്റിയിട്ടിട്ട് നമുക്ക് ക്യാമറ, കറണ്ടും വേണ്ട, ഒന്നും വേണ്ട, വൈഫൈ ആണ് കണക്ട് ചെയ്തിടുക. ഇഷ്ടം പോലെ ഇത് റെക്കോർഡ്. ഇതിൻ്റെ അകത്ത് റീചാർജബിൾ ബാറ്ററി ഉണ്ട്. അപ്പോൾ എന്തായി, വയറിങ് ഒഴിവായി കിട്ടി, കറണ്ട് ബില്ല് ഒഴിവായി കിട്ടി. അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കുന്ന ഇത്തരം ക്യാമറകൾ ഒരുപാട് മോഡലുകൾ ഇന്ന് ചൈന നിർമ്മിക്കുന്നുണ്ട്. അതിൻ്റെ പാർട്സ് കൊടുന്ന് ഇന്ത്യയിലും നിർമ്മിക്കുന്നുണ്ട്. പിന്നെ ടോർച്ചിൻ്റെ കാര്യം പറയണ്ട, കൊതുക് ബാറ്റൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ സൂപ്പർ സാധനമൊക്കെ ആയിട്ടുണ്ട്. കണ്ടിന്യൂ ആയിട്ട് ഇങ്ങനെ ഓണാക്കി വെച്ച പടപടേ പറഞ്ഞ് പൊട്ടുന്ന സാധനമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒറ്റയടിക്ക് തീരും, രണ്ടടിക്ക് തീരും, പെട്ടെന്ന് കേടരും. കേട് വരാത്തതുണ്ട്. നിങ്ങൾ 50 റുപ്യ 100 റുപ്യക്ക് വിൽക്കുന്ന സാധനമല്ലേ, 300 400 വിൽക്കുന്ന ക്വാളിറ്റി ഉള്ളതൊന്ന് മാർക്കറ്റ് ചെയ്തൊക്കെ 1 2 കൊല്ലം ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റും നമുക്ക്. പലരോടും ചോദിക്കും ഇത് എന്താണ്, ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ചിലർ പറയും ഇത് വെള്ളം കുടിക്കാനുള്ളതാണ്, മുഖം കൈകാനുള്ളതാണ്, ചെടി നനക്കാനുള്ളതാണ്, മുടി നനക്കാനുള്ളതാണ്, ബാർബർ ഷേപ്പ് ഒരു താടി നനക്കാൻ ഒന്നുമല്ല. ഇതേ അപ്പിട്ടൊക്കെ കാളാട്ടോ, യാത്രക്കാർക്കാണേ. ഇതേ അപ്പിട്ട തുടക്കാനുള്ളത്. എന്നിട്ട് ഈ ഡബ്ബയെ തന്നെ ആക്കിയിട്ടേ അപ്പിയോട് കൂടി വീട്ടിലേക്ക് കൊണ്ടുവരിക. ഇത്ര അധികം തരം താഴ്ന്നു നമ്മുടെ നാട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ യാത്ര ചെയ്യുമ്പോൾ അതൊക്കെ മനസ്സിലാവുള്ളൂ. ഇതൊക്കെയാണ് ബിസിനസ്. ഇപ്പോൾ അപ്പിട്ടകാത്തതോ അല്ല, അതൊക്കെയാണ് ഇപ്പോഴത്തെ ബിസിനസ്. പിന്നെ അത് ഇറങ്ങാൻ പോകുന്നത്, ഇത് ഇപ്പോൾ ഇറങ്ങിട്ടോ. അടുക്കളയിലേക്ക് വേണ്ട കിട്ടിലം സാധനമാണ്. സിലിക്കൺ റബ്ബർ, സോപ്പും പിന്നെ എന്താ ബാത്റൂമിലേക്കൊക്കെ ബയാസ്റ്റ് സാധനം. ക്ലോസറ്റിക്ക് ഒരു മൊബൈലുകൊണ്ട് പോയാൽ എന്ത് ചെയ്യും? ഇത് എടുക്കുക. ബാത്റൂം കഴുകാൻ, ക്ലോസറ്റ് കഴുകാനും, അടുക്കളയിൽ പാത്രം മോറാനും ഒക്കെ പറ്റും. രണ്ടും കൂടി ഒന്നുകൂടി ഉപയോഗിക്കേണ്ട കേട്ടോ, വേറെ കേട്ടോ. അപ്പോൾ അങ്ങനെ വ്യത്യസ്തമായ ഒരുപാട് ഉൽപ്പന്നപ്പാട് പോണില്ല. കേബിളിൻ്റെ കാര്യം പറയണ്ട, ഞാൻ തന്നെ ഒരുപാട് ആയിരക്കണക്കിന് കേബിൾ ഞാൻ തന്നെ വിറ്റിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സ്വന്തം ബ്രാൻഡിൽ ഇങ്ങനെ ഒരു കേബിൾ ഉണ്ടാക്കി ഒരു പെട്ടിയൊക്കെ അടിച്ച് തരാൻ ഇപ്പോൾ തയ്യാറാണ്. ഇനി മറ്റെന്തു ബിസിനസ് നിങ്ങൾക്ക് വേണ്ടത്? ഇതൊരു സാമ്പിൾ മാത്രം. ഇതുപോലെ ആയിരക്കണക്കിന് വെറൈറ്റി ആയ ഉൽപ്പന്നങ്ങളുടെ വലിയൊരു കളക്ഷനാണ് ഇന്ന് ചൈനയിൽ. ആ ചൈനയിലേക്ക് പോയിട്ട് നമുക്കൊരു ബിസിനസ് ചെയ്യണ്ടേ? പോയി ഞങ്ങളെ കൂടെ ഞാൻ കൊണ്ടുപോകാം. ആ പ്രോഡക്റ്റ് കണ്ടെത്തി അതിനൊരു ബ്രാൻഡാക്കി പേരിട്ട് നിങ്ങളെ നാട്ടിലേക്ക് ഇതുപോലെ ഇതുപോലെ ഇപ്പോൾ ഞാൻ ചെയ്ത പോലെ ഉണ്ടാക്കിയിട്ട് പെട്ടിയിലാക്കി നിങ്ങളെ വീട്ടിലിട്ട് ഇതുപോലെ സെല്ല് ചെയ്യുക, ഓൺലൈനിലൂടെ സെല്ല് ചെയ്യുക. താല്പര്യമുണ്ടോ? നമുക്ക് പോകാം ചൈനയിലേക്ക്. ബെസ്റ്റ് ടൈമാണിപ്പോൾ. കാൻഡർ ഫെയർ നടക്കുകയാണ്. 30,000 സ്റ്റോളുകൾ ഒരിടത്ത് കാൻഡർ ഫെയറിൽ. വേറെ ഇവു എന്നൊരു പറഞ്ഞൊരു സ്ഥലത്ത് 75,000 സ്റ്റോളുകൾ. ഒരു സ്റ്റാളിൽ എത്ര ഉൽപ്പന്നം ഉണ്ടാവും ചോദിച്ചാൽ ഞെട്ടും. ചില സ്റ്റാളിലൊക്കെ പോയാൽ 500,000 ഉൽപ്പന്നം ഒരു സ്റ്റാളിൽ. അങ്ങനത്തെ 75,000 സ്റ്റാളിൽ എത്ര പ്രോഡക്റ്റ് ഉണ്ടാവും? ലോകത്തുള്ള 80% ഉൽപ്പന്നങ്ങളും നിത്യോപയോഗ വീട്ടുപയോഗ സാധനങ്ങൾ ആ ചൈനയിൽ നിന്നാണ് പോകുന്നത് എന്ന് നമുക്കറിയാമല്ലോ. എങ്കിൽ പോകാം നമുക്ക് ആ ചൈനയിലേക്ക് നല്ലൊരു ബിസിനസ്സുമായിട്ട് തിരിച്ചു വരാം. താല്പര്യമുണ്ടോ? ഞാനും എൻ്റെ കുടുംബവും എൻ്റെ പാർട്ട്ണർമാരൊക്കെ പോകുന്നുണ്ട്. ഈ ഏപ്രിലാണ് പോണത്. ഇപ്പോഴേ ടിക്കറ്റ് ബുക്ക് ചെയ്താൽ ബെസ്റ്റ് പ്രൈസ് നമുക്ക് ചൈനയ്ക്ക് പോവാം. ഇനി നമുക്ക് ചൈനയിൽ വെച്ച് തന്നെ കാണാം.